എലിപ്പായ കാരപ്പൊടി നോക്കിയേ, നല്ല ക്രിസ്പായുള്ളൊരു ഗാർലിക്കും നല്ല എരിവും അതുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ ഒന്ന് ദോശയുടെ കൂടെ ഒന്ന് തൊട്ടുകൂടാനായിട്ട് ഇത് ബെസ്റ്റ് ആയിരിക്കും. അപ്പൊ ഫുൾ റെസിപ്പി നമുക്ക് ഒന്ന് നോക്കിയാലോ. നമുക്കപ്പ ആ ഗാർലിക്കും ചട്നിയും റെഡി ആക്കിയാലോ. വെളുത്തുള്ളി ഒരു 20 വേണം. അത് കഴിഞ്ഞാൽ അവനെ ഇടിയോടിടി ഇടിച്ചൊരു പരുവാക്കിയത് ഇതിങ്ങനെ ആക്കിയാണ്ട് വയ്ക്കണം. അത് കഴിഞ്ഞാൽ ഒരു പാൻ വെക്കുക, വളരെ ചെറു ചൂടിൽ. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളി ഇടിച്ചത് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. അത് കഴിഞ്ഞാൽ നമ്മൾ അത് സോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ ഗോൾഡൻ കളർ ആവണമല്ലോ. ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക, തീന്ന് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞാൽ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി അങ്ങോട്ട് ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും. അത് കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ചെയ്യാം. സാധനം റെഡിയായി. ഇത്ര ഉള്ളൂ പരിപാടി. എലിപ്പായ കാരം പൊടി. ക്രിസ്പ് ഗാർലിക്കിന്റെ ടേസ്റ്റും ഈ ഊത്തപ്പത്തിന്റെ കൂടി ആവുമ്പോണ്ടല്ലോ കിട്ടുകയാണത്. തെലങ്കാനയിലാണെങ്കിലും ഇവൻ കൊള്ളാം. ഇപ്പൊ ഈ ദോശയുടെ റെസിപ്പി എന്റെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. ഈ ഇത് മാത്രല്ല, ഏത് നമ്മുടെ ഊത്തപ്പം മാത്രല്ല, കുറെ ഒരു വെറൈറ്റി സീരീസ് തന്നെ കിടപ്പുണ്ട്. അപ്പൊ ഒന്ന് പോയി വിസിറ്റ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് കുറെ ഐഡിയകൾ കിട്ടും. അതെങ്ങനെ ആസ്വദിച്ച് നോക്കിയോ.